ഹലോ. അപ്പോൾ അതെ ദാവിന് രാവിലെ സ്കൂളിൽ പോകാൻ സമയമായി. ഇപ്പോൾ ഒരു 6:55 മണി ആ സമയമാണ്. പക്ഷേ ആ സമയത്താണ് അവൻ്റെ ബസ് വരുന്നത്. അവന് 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളത് അവൻ്റെ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ചിരി എന്തിനാന്ന് വെച്ചാലേ അതുവഴി ഒരു ആർമിയുടെ വണ്ടി പോകും. അപ്പോൾ എല്ലാ ദിവസവും അവൻ സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലിരിക്കുന്ന ആർമിക്കാർ അവന് ടാറ്റ പറയും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലാണ് വന്നത്. അപ്പോൾ അവന് ഡൗട്ടായി പോയി ഒരു ടാറ്റ പറയുമോ എന്നുള്ളത്. പക്ഷേ പാവം അവർ എല്ലാ ദിവസത്തെയും പോലെ അവന് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ദാവിൻ്റെ അപ്പച്ചൻ്റെ വണ്ടിയിലാണ് ഡെയിലി സ്കൂളിൽ പോണത്. പപ്പയുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. വേറെ 2 പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവന് പോകാൻ സമയമായി. അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ വന്നു. അതുവരെ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വന്നു. അങ്ങനെ അവൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് രാവിലെ ബസ്സിൽ കയറി പോയി. പിന്നെ ഈ പോണത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 2:30 ആകുമ്പോൾ ആൾ വീട്ടിൽ വരും. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഷോപ്പിൽ പോയപ്പോഴത്തേനും ഒരു 2-3 ദിവസമായിട്ട് AC വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെ അവിടെ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി ആൾ വന്നു. അപ്പോൾ എൻ്റെ മോട്ടർ എന്തോ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർ ശരിയാക്കി. അങ്ങനെ കടയിലത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് എൻ്റെ വീട് വരെ പോകണമായിരുന്നു. അങ്ങനെ പോണ വഴി മഴ പെയ്തു. എന്നിട്ടും മഴയെ വക വയ്ക്കാതെ ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ഇത് നമ്മുടെ കോവളം ബൈപ്പാസ് ആ റോഡ് വഴിയാണ് പോവാറ്. ഈ ബൈപ്പാസിൻ്റെ ഏകദേശം 3/4 ഭാഗം വരെ എനിക്ക് ബൈപ്പാസ് ഓടി പോകാനാണുള്ളത്. അത് കഴിഞ്ഞൊരു റൈറ്റ് എടുത്ത് കുറച്ച് ദൂരം പോകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അത് ഹൈവേ വന്നതിന് ശേഷം അതങ്ങനെ ഒരു പരിപാടിയാണ്. അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ സമയത്ത് ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്നു. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സമയത്ത് ചായ കുടിക്കുന്ന പതിവുള്ളവർക്ക് ആ സമയം ആകുമ്പോഴത്തേനും അത് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമായി. ഇപ്പോൾ അതങ്ങനെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് ആ സമയത്ത് ഇപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ സമയമാകുമ്പം ചായ കുടിക്കാനെന്നുള്ള പേരിൽ ഒന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ തലവേദനിക്കും, പിന്നെ ഒരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളും സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മീൻ കറി ഉണ്ടാക്കണം. പാര മീനിൻ്റെ തലയില്ല, ഇത് തലയുടെ ഭാഗമാണ്. നല്ല കഴുകി വൃത്തിയാക്കി ആ പീസ് എടുക്കുക. എന്നിട്ട് മൺചട്ടിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കടുക് വറുത്ത് അതിനകത്തോട്ട് വറുത്തരച്ച അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ഇച്ചിരി വെളുത്തുള്ളി. അത് ആ പാര മീനൊരു ബാഡ് സ്മെല്ലുണ്ട് വല്ലാത്ത. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടി ഇച്ചിരി കുരുമുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി, ഇതിലിപ്പം ഉപ്പും പുളിയും കൂടി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പീസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കുക. അത് കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി കപ്പയും കൂടെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ബൈ.